ഹായ് കൂട്ടുകാരെ, ഷാനു സമദ് വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്കിവിടെ സുഖമാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ തുടങ്ങിയ മഴയാണ്. ഇത്രയും നേരമായിട്ടും പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഭയങ്കര ശക്തിക്കുമാണ് മഴ പെയ്യുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാ സ്ഥലമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങളെല്ലാവരും കോഫി കുടിച്ചോ? ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല സുഖമല്ലേ? സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തോന്നുമ്പോൾ എഴുന്നേറ്റാൽ മതി. ഏതെങ്കിലും സമയത്തൊക്കെ ഫുഡ് ഉണ്ടാക്കിയാൽ മതി. അടിപൊളിയല്ലേ? എല്ലാവരും അവധി ആഘോഷിക്കുവാണെന്ന് തോന്നുന്നു. എനിക്ക് രാവിലെ അപ്പമൊന്നും ഇല്ലായേ. പിള്ളേരൊക്കെ ഉറങ്ങി എഴുന്നേൽക്കുമ്പം 11-12 മണിയൊക്കെ ആവുമേ. അതുകൊണ്ട് ഞാൻ ചോറും കറിയും റെഡിയാക്കുവാണേ. അപ്പോൾ പിന്നെ എഴുന്നേറ്റ് വന്ന് കഴിയുമ്പോൾ അത് കഴിച്ചോളുമല്ലോ. ഞാൻ തേങ്ങാച്ചോറാണ് വെച്ചത്. എൻ്റെ തേങ്ങാച്ചോറ് റെഡിയാക്കി നിങ്ങൾ കണ്ടു കാണുമല്ലോ. പിന്നെ ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന റേഷനരി വാങ്ങിച്ച് വയ്ക്കുക, നല്ല ചാക്കരി. അതിട്ടാണ് ഞാൻ തേങ്ങാച്ചോറ് വയ്ക്കുന്നത്. എനിക്കിഷ്ടമാണ് അത് വെച്ച് തേങ്ങാച്ചോറ് വയ്ക്കുന്നത്. അത് വാങ്ങി തേങ്ങാച്ചോറ് വയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കാൻ പോവാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോയെന്ന് പറഞ്ഞല്ലോ. അന്ന് നല്ല മാങ്ങ കിട്ടിയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് മാങ്ങ വാങ്ങി നല്ല മാങ്ങാച്ചാറും ഇട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കിച്ചുമോനിക്കും ചക്കിക്കും ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാച്ചോറ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ച് പേര് പറഞ്ഞ് ഞാൻ വീഡിയോസ് ഇട്ടില്ലെങ്കിൽ അവർക്ക് എന്തോ പോലെ എന്നും നോക്കും വീഡിയോസ് വന്നോ എന്ന്. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്ന് അറിയുമ്പോഴല്ലേ നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യം തോന്നുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചക്കി ഉറങ്ങി എഴുന്നേറ്റിട്ടില്ലായേ, അതുകൊണ്ടാണ് ചക്കീനെ കാണാത്തത്. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. മഴയുടെ ശക്തിയും കാറ്റും വരുമ്പം എൻ്റെ ഗ്യാസ് അടുപ്പിലേക്ക് കാറ്റടിച്ചിട്ട് തീ ഇങ്ങനെ നിറഞ്ഞു പോവുക. അപ്പോൾ ഭയങ്കര ശക്തിക്ക് മഴ പെയ്താൽ എനിക്ക് കുക്ക് ചെയ്യാനും പാടാം. ഇന്നലെ നല്ല ദിവസമായിരുന്നു. വെയിലൊക്കെ ഉണ്ടായിരുന്നു. കുറേ തുണിയൊക്കെ ഉണങ്ങിയൊക്കെ കിട്ടിയേ. ഇന്നാണെങ്കിൽ മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. ഇന്ന് രാവിലത്തെ ചായ വയ്ക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ലായിരുന്നേ. ഇന്ന് വീഡിയോസ് എടുക്കണ്ടെന്ന് ഓർത്തിരുന്നതാണ്. പിന്നെയും ഓർത്ത് വേണ്ട, എടുത്തേക്കാമെന്ന്. ഇപ്പോൾ ഒത്തിരി ഈരാറ്റുപേട്ടക്കാർ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. ഇന്നലെ വൈകിട്ട് ഞാൻ പേട്ടയ്ക്ക് പോയപ്പം 2-3 ഇത്താന്മാർ വന്നിട്ട് ഓടി വന്ന് ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ വീഡിയോസൊക്കെ കാണാറുണ്ട്, നല്ല വീഡിയോസാണ്. അതുപോലെ തന്നെ രാവിലെ അവരെ കൊതിപ്പിച്ചുള്ളൊരു ചായ കൂടിയുണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ്. എന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത്. ഇനി എല്ലാവരും കാണണേ. എല്ലാവരും എനിക്കൊരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയറും ചെയ്യണേ. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്തിട്ട് കാണണേ. ഓഗസ്റ്റ് 8 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള എൻ്റെ വീഡിയോസിന് ഏറ്റവും കൂടുതൽ കമൻറ്റും ലൈക്കും ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് ഞാൻ ചുരിദാർ സമ്മാനമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും എൻ്റെ ചിക്കൻ കറിയും റെഡിയായ. ഇനി ചിക്കൻ വറുക്കാനുണ്ട്. അതും കൂടെ വറുത്തെടുക്കുവാണെങ്കിൽ അത്യാവശ്യം ജോലിയൊക്കെ കഴിയുവേ. അന്നേരത്തേക്ക് എന്തേ ചക്കി എഴുന്നേറ്റ് വന്ന് നല്ലൊരു സ്മെല്ല് വരുന്നു. ഉമ്മി എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് അവൻ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ തേങ്ങാച്ചോറും ചിക്കനും ഒക്കെ കണ്ടപ്പോൾ അവനിക്ക് സന്തോഷമായി. ഒരുപാട് കൂട്ടിയിടാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകുവേ. ഇപ്പം ആദ്യത്തെയൊക്കെ കഴുകിയെടുത്തായിരുന്നു. പിന്നെ കുറച്ചും കൂടെ പാത്രമായി. അത് ഞാൻ പെട്ടെന്ന് കഴുകിയെടുക്കുവാണ്. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് പാത്രമാവുമല്ലോ. എനിക്കിപ്പം അത്യാവശ്യം ജോലിയൊക്കെ ചെയ്തു തരാൻ ഒരു ഇത്ത വരുന്നുണ്ട്. നല്ലൊരു ഇത്തായാണ്. എല്ലാ ജോലിയും നല്ല ക്ലിയറായിട്ട് ചെയ്യുവേ. ആ ഇത്ത രാവിലെ വന്നു. എനിക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സബോള, ചെറിയ ഉള്ളി അതെല്ലാം പൊളിച്ചൊക്കെ തന്ന്, കപ്പ പൊളിച്ച് കൊത്തി കഴുകി വാരി തന്ന്, ചിക്കനൊക്കെ കഴുകി തന്ന്, അങ്ങനെയുള്ള അത്യാവശ്യം ജോലിയൊക്കെ ചെയ്തു തന്നപ്പം എളുപ്പമുണ്ട്. ഇനി ആയിത്ത തൂത്തുവാരി തുടയ്ക്കുകയൊക്കെ ചെയ്തോളും. എൻ്റെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതെല്ലാം കഴിഞ്ഞ് എനിക്കൊന്ന് പേട്ടയ്ക്ക് പോകണം. ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെ പേട്ടയ്ക്ക് പോകും? കുറയുമായിരിക്കുമല്ലേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു ബ്ലോഗുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.